ഹായ് ഓൾ, വെൽക്കം ടു ഗാർഡനിങ് ഗൈഡ്. ഞാൻ അതുല്യ രവീന്ദ്രൻ. അപ്പം ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിനുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ കുറേ പേർക്കെങ്കിലും അറിയാത്തവരുണ്ടായിരിക്കും എങ്ങനെയാണ് നമ്മളൊരു ചെടിക്ക് ഫെർട്ടിലൈസേഷൻ കൊടുക്കേണ്ടത്, എന്തിനാണ് ഫെർട്ടിലൈസേഷൻ കൊടുക്കുന്നത്, ഏതൊക്കെ വളങ്ങളാണ് നമ്മൾ ചെടികൾ നന്നായിട്ട് വളരാനായിട്ട് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ. അപ്പം ആ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്തിനാണ് നമ്മൾ പ്ലാന്റ്സുകളെ ഫെർട്ടിലൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു ചെടിക്ക് വളരാൻ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് മൂലകങ്ങളുണ്ട്. ആ മൂലകങ്ങളൊക്കെ നമ്മുടെ മണ്ണിൽ അല്ലെങ്കിൽ പോട്ടി മിക്സിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ചെടികൾ നന്നായിട്ട് വളരുള്ളൂ. ഇപ്പോൾ നമ്മൾ മനുഷ്യന്മാർക്കായാലും കുറച്ച് വിറ്റാമിൻസൊക്കെ വേണം. ഏതെങ്കിലും ഒരു വിറ്റാമിൻ്റെ ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെയാണ് ചെടികൾക്കും. അപ്പോൾ മണ്ണിൽ വളരുന്ന ഒരു ചെടിയും അതുപോലെ തന്നെ നമ്മളൊരു പോട്ടിൽ വളർത്തുന്ന ചെടികളുടെയും പോട്ടി മിക്സുകൾ തമ്മിൽ അല്ലെങ്കിൽ അത് വളരുന്ന ഒരു കാലാവസ്ഥ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. മണ്ണിൽ വളരുന്ന ഒരു ചെടിയാണെങ്കിൽ നമ്മൾ വല്ലപ്പോഴും അതിന് ഫെർട്ടിലൈസ് ചെയ്ത് കൊടുത്താലായിട്ട് മതിയാവും. കാരണം അത് മണ്ണിൽ തന്നെ ഒരുപാട് മൂലകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതങ്ങനെ വലിച്ചെടുത്തോളും. പക്ഷെ ഒരു പോട്ടിൽ വെച്ചിരിക്കുന്ന ചെടിക്ക് നമ്മൾ കൊടുക്കുന്ന പോട്ടി മിക്സിലാണ് അത് വളരുന്നത്. അതിലുള്ള പോട്ടി മിക്സിൽ അതിനാവശ്യമായിട്ടുള്ള മൂലകങ്ങളെല്ലാതും വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മൂലകങ്ങളെല്ലാതും അത് കഴിയും. അപ്പോൾ അങ്ങനെ ആ മണ്ണിലത്തെ ആവശ്യമായിട്ടുള്ള ഇതുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചെടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളൊന്നും ആ മണ്ണിൽ ഉണ്ടാവില്ല. അപ്പോൾ ഒരു ചെടി വളർത്തുമ്പോൾ പോട്ടിലാണ് നമ്മൾ ചെടികൾ വളർത്തുന്നതുണ്ടെങ്കിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ആ മണ്ണിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെടികൾക്ക് ഫെർട്ടിലൈസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെടികൾക്ക് വളം കൊടുക്കണം. ഒന്ന് അതിന് അടിവളമായിട്ട് കൊടുക്കുന്നതും, ഒന്ന് ചെടി വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാസം മാസം നമ്മൾ കൊടുക്കുന്ന വളങ്ങളും. അപ്പം അടിവളം എന്ന് പറയുന്നത് ഒരു ചെടി നമ്മൾ പോട്ടിൽ നടുമ്പോൾ കൊടുക്കുന്ന വളങ്ങളെയാണ് നമ്മൾ അടിവളങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പോട്ടി മിക്സായിട്ട് മണ്ണും അതുപോലെ തന്നെ കുറച്ച് കൊക്കോപീറ്റും ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 10% ഫെർട്ടിലൈസെങ്കിലും ആഡ് ചെയ്യണം. എന്നാലാണ് ചെടി വളർന്നു വരുമ്പോൾ അതിനാവശ്യമുള്ള മൂലകങ്ങളൊക്കെ മണ്ണിൽ നിന്ന് അതിന് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. എല്ലാ മണ്ണിലും എല്ലാതരം മൂലകങ്ങളും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പുറമേ നിന്ന് തന്നെ ഒരു ഫെർട്ടിലൈസർ അതിന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ചെടി എപ്പോഴും നമ്മൾ നടുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്തൊരു സ്റ്റെപ്പാണ് അതിന് ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസർ ആ പോട്ടി മിക്സിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ചെടി വളർന്നു കഴിഞ്ഞതിനുള്ള ശേഷമാണ്. ഇപ്പം നമ്മൾ വളർന്നു നിൽക്കുന്ന ഒരു ചെടി അതിന് കുറേ നാൾ ആ പോട്ടി മിക്സ് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള മൂലകങ്ങളൊക്കെ ചെടി അത് ഓൾറെഡി വലിച്ചെടുത്തിട്ടുണ്ടാവും, പിന്നെ അതിലുണ്ടാവില്ല. അപ്പോൾ നമ്മൾ മന്ത്ലി 1 മാസം കൂടുമ്പോഴോ 2 മാസം കൂടുമ്പോഴോ അതിൽ പുറമേ നിന്ന് നമ്മൾ ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ചെടി ആ ഫെർട്ടിലൈസർ വലിച്ചെടുത്തോളും. എന്നാലും മാത്രമാണ് ചെടി നന്നായി തഴച്ച് വളരുള്ളൂ. അതിനാവശ്യമുള്ള വളങ്ങൾ ആ മണ്ണിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ചെടി നല്ല രീതിയിൽ തന്നെ വളർന്നു വരുള്ളൂ. അങ്ങനെ 2 രീതിയിലാണ് നമ്മൾ പോട്ടി മിക്സ് ഫെർട്ടിലൈസർ ചെടികൾക്ക് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ചെടിക്ക് മാസം മാസം നമ്മൾ വളപ്രയോഗം നടത്തേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ചില ചെടികൾക്ക് 1 മാസം കൂടുമ്പോൾ വളം കൊടുത്താലും മതിയാവും, അല്ലെങ്കിൽ മിനിമം 2 മാസം കൂടുമ്പോഴെങ്കിലും എല്ലാ ചെടികൾക്കും നമ്മൾ വളം കൊടുക്കണം. അത് ഭയങ്കര നിർബന്ധമാണ്. അപ്പം അതിനായിട്ട് ആദ്യം തന്നെ ആ ചെടി നന്നായിട്ട് അതിൻ്റെ കട നനച്ച് കൊടുക്കുക. അങ്ങനെ നനച്ചതിന് ശേഷം നമ്മൾ മുകളിലത്തെ മേൽമണ്ണ് നന്നായി ഇളക്കി കൊടുക്കണം. കാരണം മേൽമണ്ണൊക്കെ ഇപ്പോൾ നമ്മൾ ഒരു ചട്ടി നോക്കിയാൽ അറിയാം, ചില ചെടികളുടെയൊക്കെ മണ്ണെന്ന് പറയണത് മേലെ നല്ല കട്ടിയായിട്ട് ഉറച്ച് നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വളം പെട്ടെന്ന് മണ്ണിൽ ലയിക്കില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ മേൽമണ്ണ് നന്നായിട്ട് ഏതെങ്കിലും ഒരു കൂർത്ത വല്ല കത്രികയോ അല്ലെങ്കിൽ കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ മേൽമണ്ണ് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ചെടിയുടെ വേരിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ട് നമുക്ക് ആവശ്യമുള്ള വളങ്ങൾ ചെടിക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഒരു ചെടിക്ക് മാസം മാസം എന്നുള്ള വളപ്രയോഗം നടത്തേണ്ടത്. പിന്നെ നമുക്ക് 2 രീതിയിലുള്ള വളങ്ങൾ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒന്ന് രാസവളങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, ഒന്ന് ജൈവവളങ്ങൾ. അപ്പം രാസവളങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഉപയോഗിക്കുന്ന ജൈവവളങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ജൈവവളങ്ങളെ കുറിച്ച് പറഞ്ഞുതരാം. ഇത് കറക്റ്റായിട്ട് നമ്മൾ മാസം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെടികൾ നന്നായിട്ട് തഴച്ച് വളർന്നോളും.
അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു പാക്കറ്റുകളിലാണ് ഇതൊക്കെ വാങ്ങാൻ കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു വളം എന്ന് പറയുന്നത് ചാണകപ്പൊടിയാണ്. അത് 1 കിലോൻ്റെ അതുപോലെ 5 kgsൻ്റെ നമുക്ക് ആവശ്യമുള്ള കിലോയ്ക്ക് അനുസരിച്ച് ഇതുപോലെ പാക്കറ്റിൽ നമുക്ക് വരും. അല്ലാന്നുണ്ടെങ്കിൽ പശുവൊക്കെ ഉള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ ആ ചാണകം വാങ്ങി നന്നായി വെയിലത്തിട്ട് ഉണക്കിയിട്ട് അതായാലും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്കങ്ങനെ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പാക്കറ്റിൽ വാങ്ങുന്നത്. അപ്പോൾ ചാണകപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ അടിവളമായിട്ട് ഉപയോഗിക്കാനായിട്ട് നല്ല ബെസ്റ്റാണ്. നല്ല എന്താ പറയുക മൂലകങ്ങളും നല്ലൊരു ഫലഭൂഷ്ഠിത മണ്ണിന് കൊണ്ടുവരുന്ന ഒരു വളമാണ് ഈ ചാണകപ്പൊടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടിവളമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു വളമാണ് വെർമി കമ്പോസ്റ്റ്. ഇത് മണ്ണിരകളെ യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്നൊരു വളമാണ് ഈ വെർമി കമ്പോസ്റ്റും. ഇത് നല്ലൊരു കമ്പോസ്റ്റാണ്. അടിവളത്തിൽ നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ഇത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞെങ്കിൽ ചെടികൾക്ക് നല്ല രീതിയിലുള്ള ഫലഭൂയിഷ്ഠമായിട്ടുള്ള പോട്ടി മിക്സ് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു വളം കൊണ്ട് കഴിയും. ഇതും ഇതുപോലെ തന്നെ ഒരു പാക്കറ്റിൽ വരുന്നൊരു വളമാണ്. അതുപോലെ തന്നെ വേറൊരു വളമാണ് വേപ്പിൻ പിണ്ണാക്ക്. ഇത് വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയണത് എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ചെടികൾക്കൊക്കെ വല്ല എന്താ പറയുക കീടങ്ങളൊക്കെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നീം ഓയിൽ സ്പ്രേ അടിക്കും അല്ലേ, അതുപോലെ തന്നെ വേപ്പിനൊരു ഗുണമുണ്ട്. മണ്ണിലുള്ള ഹാംഫുള്ളായിട്ടുള്ള ബാക്ടീരിയാസിനൊക്കെ നശിപ്പിച്ച് കളയും. അപ്പം ഈ വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ചെടികളുടെ കടക്കിലിട്ട് കൊടുത്താലോ അല്ലെങ്കിൽ അടിവളമായിട്ട് യൂസ് ചെയ്താലോ അതിൻ്റെ ഉള്ളിലത്തെ എന്താ പറയുക ആവശ്യമില്ലാത്ത പൊട്ട ബാക്ടീരിയാസിനൊക്കെ ഇത് നശിപ്പിച്ച് കളയും. അതിനൊരു ഗുണമുള്ളതാണ് വേപ്പിൻ പിണ്ണാക്ക്. പിന്നെ ഈ വേപ്പിൻ പിണ്ണാക്ക് പോലെ തന്നെ വേറൊരു ഇതാണ് കടലപ്പിണ്ണാക്ക് അല്ല കപ്പലണ്ടി പിണ്ണാക്ക്. ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ്. ഇതും ഞാൻ അടിവളമായിട്ടല്ല യൂസ് ചെയ്യാറുള്ളത്, മാസം മാസം ചെടികൾക്ക് ഇട്ട് കൊടുക്കാനുള്ള വളമായിട്ടാണ് ഈ കപ്പലണ്ടി പിണ്ണാക്ക് ഉപയോഗിക്കാറുള്ളത്. പിന്നെ ഉള്ള വേറൊരു വളമാണ് എല്ലുപൊടി. എല്ലുപൊടി എന്ന് പറയുന്നത് പൂക്കളുണ്ടാകുന്ന ചെടികൾക്ക്, ഇപ്പം ഇങ്ങനത്തെ ചെടികൾ ഇതുപോലെ ജമന്തി, റോസ് അങ്ങനെ പൂക്കളുണ്ടാകുന്ന ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വളമാണ് എല്ലുപൊടി. ഇത് നമുക്ക് അടിവളമായിട്ടും യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ചെടികൾക്ക് മന്തിലി ഇട്ട് കൊടുക്കുന്ന വളമായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വളമാണ് എല്ലുപൊടി. അപ്പോൾ ഇത്രയും വളങ്ങളാണ് നമ്മുടെ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ജൈവ വളങ്ങൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒറ്റയ്ക്കായിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ വേറൊരു ഇതെന്ന് പറയണത്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ചെടികളുടെ കടയിൽ മണ്ണ് ഇളക്കിയിട്ടാണ് നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടതെന്നുള്ളത്. ഇനി ചില ചെടികൾക്ക് എക്സാമ്പിൾ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ പറയുകയാണെങ്കിൽ അതിൽ എന്താ പറയുക മണ്ണ് ഇളക്കി കൊടുക്കാനുള്ള എന്താ പറയുക സ്പേസ് നമുക്ക് ഉണ്ടാവില്ല, ചട്ടി നിറഞ്ഞ് ആ ചെടികൾ വളർന്ന് നിൽക്കുകയായിരിക്കും. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ രൂപത്തിലുള്ള വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു അത് അലിയാനും മണ്ണിൽ അലിയാനും ചെടികൾക്ക് വലിച്ചെടുക്കാനൊക്കെ കുറേ കാലതാമസം ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ചെടികൾക്ക് ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ് നല്ലത്, അതായത് ദ്രാവക രൂപത്തിലുള്ള ഫെർട്ടിലൈസർ. അപ്പം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കപ്പലണ്ടി പിണ്ണാക്ക് അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് കുറച്ച് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു രാത്രി അത് മുഴുവനും വെക്കും. അത് പുളിപ്പിക്കാൻ വെക്കാന്ന് തന്നെ പറയാം. അങ്ങനെ പിറ്റേ ദിവസം എത്തുമ്പോൾ അത് ആ വെള്ളത്തിൽ നന്നായി ഒന്ന് അലിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ആ വെള്ളം അരിച്ചെടുത്തിട്ട് ഇങ്ങനെയുള്ള ഹാങ്ങിങ് പ്ലാന്റ്സിനും അതുപോലെ തന്നെ ചട്ടിയിൽ സ്ഥലമില്ലാതെ നിൽക്കുന്ന പ്ലാന്റ്സിനൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. മറ്റേ പ്ലാന്റ്സിനും ഒഴിച്ചു കൊടുക്കാം, അത് എല്ലാ പ്ലാന്റ്സിനും ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഇങ്ങനെയുള്ള ചെടികൾക്ക് ഈ ഒരു രീതിയിലുള്ള ഫെർട്ടിലൈസേഷൻ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇങ്ങനത്തെ വളങ്ങളൊന്നും വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെന്ന് വിചാരിച്ചോ, പുറത്ത് പോയിട്ട് വാങ്ങാനൊന്നും താല്പര്യമില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റത്തെ ഒരു നല്ല സൂപ്പർബ് വളമാണ് ബനാന പീൽ ഫെർട്ടിലൈസർ. ഇതെന്നെ വിശ്വസിച്ചുള്ളൂ, കാരണം എനിക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വളരെയധികം എന്താ പറയുക റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു വളമാണ് ബനാന പീൽ ഫെർട്ടിലൈസർ. എസ്പെഷ്യലി പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്ക് ഈ വളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മുടെ ബനാന പീൽ അതായത് പഴത്തിൻ്റെ തൊലിയിൽ ധാരാളം പൊട്ടാസ്യത്തിൻ്റെ ഘടകങ്ങളുണ്ട്. ഈ പൊട്ടാസ്യമാണ് ചെടികൾക്ക് പൂക്കൾ ഉണ്ടാവാനായിട്ട് എന്താ പറയുക പൂക്കൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നൊരു ഘടകമാണ് പൊട്ടാസ്യം. അപ്പോൾ ബനാന പീലിൽ അത് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, ആ ബനാന പീൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലെടുത്ത് അടിച്ചിട്ട് അപ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു പൾപ്പ് കിട്ടുമല്ലോ, അതിൽ നമ്മൾ എത്രയാണോ നമ്മുടെ ആ ഒരു കണ്ടൻ്റ് ഉള്ളത് അതിൻ്റെ ഒരു പകുതിയോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായി കലക്കി അതിനെ അലിയിപ്പിച്ചിട്ട് പൂക്കളുണ്ടാകുന്ന ചെടികൾക്ക് അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ധാരാളം പൂക്കളുണ്ടാവും. റോസിനായാലും അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഫ്ലവറിങ് പ്ലാന്റ്സിനായാലും അത് ഒഴിച്ചു കൊടുത്തോളൂ, തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നൊരു വളമാണ് ഈ ബനാന പീൽ ഫെർട്ടിലൈസർ. പിന്നെ സെക്കൻഡ്
പറയുന്നൊരു വളമാണ് ഒനിയൻ പീൽ ഫെർട്ടിലൈസർ. അതായത് ഉള്ളിത്തോല് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ നമ്മൾ അടുക്കളയിൽ എല്ലാവരും സബോളയും ഉള്ളിയും യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അത് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. അങ്ങനെ അത് കളക്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ഉള്ളിത്തോലാവുമ്പോൾ നമ്മൾ അതിനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ 2 ദിവസവും കഴിഞ്ഞിട്ട് അതെടുക്കുമ്പോൾ ആ ഉള്ളിത്തോലിൻ്റെ ഇതുകളൊക്കെ ആ വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും. അത് പിഴിഞ്ഞ് നന്നായിട്ട് എടുക്കുക. അങ്ങനെ എടുത്തിട്ടുള്ള ആ വെള്ളം ചെടികൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് രണ്ടും ചെയ്യാനായിട്ട് താല്പര്യമില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികളുടെ വേസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ അരിഞ്ഞിട്ടുള്ള പച്ചക്കറികളുടെ തോല്, അങ്ങനെ എന്തൊക്കെ കിട്ടുന്നോ ആ സാധനങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് അത് മിക്സിയിലടിച്ച് അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് ലയിപ്പിച്ചിട്ട് അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യം, മീൻ കഴുകിയിട്ടുള്ള വെള്ളം, ചിക്കൻ കഴുകിയിട്ടുള്ള വെള്ളം, അതൊക്കെ നമ്മൾ വെറുതെ കളയായിരിക്കും അല്ലേ. അത് കളയാണ്ട് അത് വെള്ളം ഒഴിച്ചിട്ട് നന്നായി നേർപ്പിച്ചിട്ട് അതും ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കും. അതും നമ്മുടെ വീട്ടിലുണ്ടാക്കാവുന്ന ഒരു വളമാണ്. പിന്നെ ഒരു വളം എന്ന് പറയണത് കരിയിലകളാണ്. നമ്മുടെ വീട്ടിലത്തെ ഒരു സാധനം പോലും നമ്മൾ വേസ്റ്റാക്കി കളയേണ്ട, അതെല്ലാം തന്നെ നമുക്ക് വളമാക്കി മാറ്റാൻ പറ്റും. ഇപ്പം നമ്മൾ ഒരുപാട് കരിയിലകളൊക്കെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ ഒരു ചാക്ക് എടുക്കുക. ആ ചാക്കിൽ ഈ കരിയിലകളൊക്കെ ആക്കി വയ്ക്കുക. അതിൽ കുറച്ച് മണ്ണിട്ട് വയ്ക്കുക. അങ്ങനെ ആ ചാക്ക് അവിടെ ഒരു സ്ഥലത്ത് എടുത്ത് വെച്ചിട്ട് അതിനെ പറ്റി അങ്ങോട്ട് മറന്ന് കളഞ്ഞോളൂ. പിന്നെ നമ്മളൊരു 3-4 മാസം, ഒരു 4 മാസമൊക്കെ കഴിയുമ്പോൾ ആ ചാക്കെടുത്ത് തുറന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരിയിലകളൊക്കെ ദ്രവിച്ച് അത് നന്നായിട്ട് ആ മണ്ണിൽ മിക്സാക്കി കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയത് നല്ല ഫലഭൂയിഷ്ടമായിട്ടുള്ളൊരു പോട്ടി മിക്സാണ്. ആ പോട്ടി മിക്സ് എടുത്തിട്ട് നമുക്ക് അതിൽ ചെടി നട്ട് വയ്ക്കാം. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യമാണ്. കാരണം കരിയിലകളൊക്കെ നമ്മളിവിടെ വെറുതെ കത്തിച്ച് കളയുന്ന സാധനങ്ങളാണ് അല്ലേ. അതൊക്കെ നമ്മളിങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു പോട്ടി മിക്സ് അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് വീട്ടിൽ കളയുന്ന മുട്ടത്തൊണ്ട്, അതുപോലെ തേയിലപ്പൊടി, അതൊക്കെ എടുത്തിട്ട് പൊടിപ്പിച്ചിട്ട് അതും നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. അത് റോസാ ചെടികൾക്കാണ് കൂടുതൽ നല്ലത്. ഈ തേയിലയുടെയും മുട്ടയുടെയും ബനാന പീലിൻ്റെ ഒക്കെ കൂടി ഉണക്കി പൊടിച്ചെടുക്കുന്ന ആ ഒരു വളം എന്ന് പറയുന്നത് റോസകൾക്ക് ഭയങ്കര നല്ലൊരു വളമാണ്. ഒരുപാട് റോസാപ്പൂക്കൾ നമ്മുടെ ചെടികൾക്ക് ഉണ്ടാവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഒരു ബിഗിനേഴ്സിനെ എയിം ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും എങ്ങനെയാണ് നമ്മൾക്ക് ചെടികൾക്ക് വളം കൊടുക്കുന്നുണ്ടെങ്കിൽ അറിയാത്തതുണ്ടെങ്കിൽ ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ബൈ.